മധുരഗാനത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി മലപ്പുറത്തിന്റെ പ്രിയ ഗായകന് സഹപ്രവർത്തകരും നാട്ടുകാരും യാത്രാമൊഴി നൽകി. മലയാളത്തിലെ സൂപ്പർഹിറ്റ് ഗാനങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ മലപ്പുറം ചെമ്മങ്കടവ് സ്വദേശി പ്രമോദ് വെളുത്തെടുത്ത് കഴിഞ്ഞ ദിവസം ഗോവയിലെ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി സൂപ്പർ ഹിറ്റ് മെലഡികളെ നാട്ടിലും മറുനാട്ടിലും വേദികളിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ പ്രമോദിന്റെ അപ്രതീക്ഷിത വിയോഗം കണ്ണീരണിഞ്ഞ് സുഹൃത്തുക്കളും നാട്ടുകാരും. ഒരു കാലത്തെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ ഗാനമേള വേദികളിലും സൗദി അറേബ്യ, ആഫ്രിക്കയിലെ കെനിയയിലും മലയാളികളുടെ കലാസായാഹനങ്ങളിൽ ഗായകനായി പ്രമോദ് ഉണ്ടായിരുന്നു. മോഹൻലാൽ സിനിമകളിലെ പാട്ടുകളായിരുന്നു കൂടുതലും പാടിയിരുന്നത്. മലപ്പുറത്ത് റിംഗോ സ്റ്റാർ സംഗീത ക്ലബ്ബിൽ നിന്നുമായിരുന്നു പ്രമോദിന്റെ തുടക്കം. അവിടെ നിന്ന് പാലക്കാട് പവഴം ഓർക്കസ്ട്രയിൽ ഗായകനായി ജോലി ആവശ്യാർത്ഥം ഒരാഴ്ച മുൻപാണ് പ്രമോദ് ഗോവയിലേക്ക് പോയത്. അവിടെ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. ഗോവയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി തിങ്കളാഴ്ച പുലർച്ചോടെയാണ് മൃതദേഹം മലപ്പുറം ചെമ്മങ്കടവിലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ റിട്ടയർഡ് SI മുരളിയുടെ വീട്ടിൽ എത്തിച്ചത്. പ്രമുഖ പിന്നണി ഗായകൻ ഷഹബാസ് അമൻ അടക്കം നിരവധി സംഗീത പ്രവർത്തകരും ഗാനാസ്വാദകരടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. രാവിലെ 10 മണിയോടെ മലപ്പുറം ചെമ്മങ്കടവ് പാവിട്ടപ്പറമ്പിലെ വെൽഫെയർ സൊസൈറ്റി ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. മലപ്പുറത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ പ്രമോദാണ് നമ്മോടിപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് എല്ലാവരും പറയും. ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. മലപ്പുറത്തെ അനുഗ്രഹീത ഗായകനായിരുന്നു പ്രമോദ് എന്നതിൽ ആർക്കും തർക്കമില്ല. പ്രത്യേകിച്ച് വലിയ സംഗീത പഠനമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ദൈവികമായ കഴിവുകൾ കൊണ്ട്, സ്വതസിദ്ധമായ സ്വന്തം കഴിവുകൾ കൊണ്ട് ഗാനരംഗത്ത് വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് പ്രമോദ് മലപ്പുറത്ത്. മലപ്പുറത്തിൻ്റെ സംഗീത ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിൽ വളരെ വലിയ ഇടമുള്ളൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രമോദ്. ആ രീതിയിൽ തനിക്ക് പ്രശസ്തി കിട്ടിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പാട്ടിനു വേണ്ടി മാത്രം ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചൊരു ജീവിതമാണ് പ്രമോദിനുണ്ട്. പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു പാട്ട് കേൾക്കണമെങ്കിൽ എപ്പോഴും പ്രമോദ് ഒരാശ്രയമായിരുന്നു. പ്രത്യേകിച്ച് യേശുദാസിൻ്റെ ഏറ്റവും സുന്ദരമായ ഗാനങ്ങൾ, യേശുദാസ് പാടിയ പാട്ടുകൾ ഏതാണ്ട് അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ പാടിയിരുന്ന ഒരാളാണ്. പ്രമോദിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തെ അറിയുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും പാടാൻ പ്രയാസമുള്ള പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ആ പാട്ട് ഏറ്റവും മനോഹരമായി പാടുന്ന മലപ്പുറത്തെ ഒരു വലിയ ഗായകനാണ് പ്രമോദ്. എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. ഞാനായ ഒരു കലാകാരനാണ് പ്രമോദ്. നമുക്കറിയാം, മലപ്പുറത്തെ എല്ലാ സായാഹ്നങ്ങളും സമ്പുഷ്ടമാക്കിയ നല്ലൊരു ഗായകനായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ യേശുദാസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം ഉന്നതിയിലെത്തിയില്ല എന്നുള്ളത് ദുഃഖ സത്യമാണ്. ഒരുപാട് പ്രോത്സാഹനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൻ്റെ കഴിവുകേടോ അല്ലെങ്കിൽ മോശത്തരമോ എന്താ അറിയില്ല, അദ്ദേഹത്തിന് വളർന്ന് സംസ്ഥാന തലത്തിലും അന്തർദേശീയ തലത്തിലും പെരുമയുള്ളൊരു പാട്ടുകാരനാകാൻ സാധിച്ചില്ല എന്നുള്ളത് മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖ സത്യമാണ്.